ഫാദർ മനോജ് കെ ജി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് മെൻ ഇൻ ഗാഡ്. യെസ്, ഫാദർ മനോജ്. എനിക്ക് ഭയ്യാണ്. ഞാൻ കേരളത്തിൽ അല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ നാട്ടിനോടനുസരിച്ച് ഭയ്യ എന്നാണ് ഞാൻ വിളിക്കുന്നത്. എനിക്കിഷ്ടം അങ്ങനെ വിളിക്കാനാണ്. ദൈവത്തിനെ കണ്ടെത്താനും എവിടാണ് ദൈവം ഇരിക്കുന്നത് പറഞ്ഞ് ഞാൻ നെട്ടോട്ടമായിരുന്നു. അവിടെയും പോയി ഇവിടെയും പോയി ചെയ്യാത്ത കാര്യങ്ങളില്ല ദൈവത്തെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുവരെയായിട്ടും എന്നെ കൊണ്ട് ദൈവത്തെ കാണാൻ പറ്റിയില്ല. പക്ഷെ എവിടാ ദൈവം ഇരിക്കുന്ന അത് നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം പച്ചയ്ക്ക് പറഞ്ഞു തന്ന ഒരേ ഒരു മനുഷ്യനാണ് ഇൻ ദ വേൾഡ്. ഹി ഈസ് ദ ഓൺലി വൺ പേഴ്സൺ പറഞ്ഞു തന്നത്. നമ്മൾ അലഞ്ഞു കിടക്കുന്നില്ലേ അവിടെ എവിടെയെല്ലാം പോയി, ഒന്നും കിട്ടത്തില്ല. അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയി നടത്താത്ത കാര്യങ്ങളില്ല. ജപമാല ചൊല്ലി ഹോമങ്ങൾ കഴിപ്പിച്ചു, എന്നിട്ടൊന്നും ദൈവത്തിനെ കിട്ടിയിട്ടില്ല. ദൈവത്തിനെ കാണിച്ചു തന്ന ഒരേ ഒരു മനുഷ്യനാണ് ഫാദർ മനോജ്. യെസ്, ഐ നോ ഹിം. യെസ്. മനോജച്ചൻ എന്ന് പറയുന്നത് സത്യാന്വേഷി. രണ്ടാമത് പറഞ്ഞാൽ ആത്മീയ കാര്യത്തിൽ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആത്മീയ തലത്തിൽ മനസ്സിലാക്കി അത് നമുക്ക് പേഴ്സണലായും അല്ലാതെയും വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരു അച്ഛനാണ്. ആദ്യമായി ഫാദർ മനോജ് ഞാൻ യൂട്യൂബ് വഴിയാണ് കേൾക്കുമ്പം ഇദ്ദേഹം ഏതോ ഒരു ക്രിസ്ത്യൻ സംഘടനയുടെ ഒരു പുരോഹിതൻ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യസ്തനായിട്ടുള്ളൊരു ആളാണെന്ന് തോന്നുകയും ഇദ്ദേഹത്തെ നേരിൽ കാണുവാൻ ആഗ്രഹിക്കുകയും നേരിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആള് ഈ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ക്രിസ്തുവിൻ്റെ ഒരു ചൈതന്യമുള്ളൊരു വ്യക്തി, ചൈതന്യം വഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ആ ഇടപെടലിലൂടെ 2-3 മണിക്കൂറുകൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഫാദർ മനോജ് കെ ജിയുടെ വീഡിയോകൾ കാണാറുണ്ട്. അദ്ദേഹം വേദങ്ങളും ഉപനിഷത്തുകളും ബൈബിളും ഖുറാനും ഒക്കെ പഠിച്ച് അതിൻ്റെ സാരാംശങ്ങൾ മനസ്സിലാക്കിയ ഒരു പുരോഹിതനാണ്. ലോകത്തിലുള്ള എല്ലാവരുടെയും ഉള്ളിലുള്ള വെളിച്ചമാകുന്ന ദൈവം ഒരേ ശക്തിയാണെന്നും അത് ഒന്നു തന്നെയാണെന്നും അതിനെ തിരിച്ചറിയാതെ മനുഷ്യർ പരസ്പരം കലഹിക്കുകയും വെറുപ്പിൻ്റെ പാതയിൽ സഞ്ചരിക്കുകയാണെന്നും ഈ പുരോഹിതൻ്റെ ഉൾക്കാഴ്ച നമുക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ ആത്മീയവാദിയിലേക്കുള്ള വഴി തുറന്നു കാണിക്കുന്നു. ഇദ്ദേഹം ഇതുപോലുള്ള വീഡിയോകൾ കൂടുതൽ ചെയ്ത് മനുഷ്യരാശിക്ക് വേണ്ടി നല്ലത് വരട്ടെ, നല്ല ചിന്തകളിലേക്കും ആത്മീയപരമായും അവരെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഫാദർ മനോജ് കെ ജി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഫാദർ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനായിട്ടുള്ളൊരു മനുഷ്യൻ മനോജ് അച്ഛൻ തന്നെയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആത്മീയതയിൽ ദൈവമക്കൾക്ക് ജന്മം നൽകി അവരെ ആത്മീയതയിൽ വളർത്തിയെടുക്കുക എന്ന ഏറ്റവും പ്രധാനമായ ഒരു കർത്തവ്യം ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരു അച്ഛനെ ഞാൻ കണ്ടത് മനോജ് അച്ഛനാണ്. എൻ്റെ ലൈഫിലും അതുപോലെ തന്നെയാണ്. അച്ഛനാണ് എന്നെ ആത്മീയതയിൽ വളർത്തി ഇത്രയും ദൈവാനുഭവത്തിലേക്ക് വളർത്തിയത്. അതുകൊണ്ട് അച്ഛനോട് എന്നും എനിക്ക് നന്ദി ഉണ്ടാവും. താങ്ക് യു അച്ഛാ. ഫാദർ മനോജ് കെ ജി എന്ന് കാണുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ജാതിമത ഭേദമില്ലാതെ, വർണ്ണവിവേചനമില്ലാതെ, കുബേര കുചേല പണ്ഡിത പാമര വ്യത്യാസങ്ങളില്ലാതെ ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞതുപോലെ ഒരേ ജാതി, ഒരേ മതം, ഒരേ ദൈവം, ആ വിശ്വാസം, ആ ഒരു മുദ്രാവാക്യമാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. നമസ്കാരം. ഞാൻ ഡോക്ടർ മോഹൻ വാമദേവൻ. ഫാദർ മനോജ് കെ ജി എന്ന് കേൾക്കുമ്പോൾ ഒരു ക്രിസ്തീയ പുരോഹിതൻ എന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാവുന്നത്. എന്നാൽ മതസ്ഥനായ അദ്ദേഹം മതത്തിലുള്ള അനാചാരങ്ങൾ, അതായത് മതത്തെ വളച്ചൊടിച്ചിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായിട്ടും അതിനെ വിശകലനം ചെയ്യാനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഒരു കാര്യം, മതങ്ങൾക്ക് അതീതമായിട്ട് ചിന്തിക്കാനും
എല്ലാ മതങ്ങളുടെയും മാതൃസ്ഥാനം വഹിക്കുന്ന മതമായ ദൈവത്തിന് പിന്നെ മതമില്ല. ആ സ്ഥാനത്തിലേക്ക് ചിന്തിച്ചു ഉയരാനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ മാനിക്കണം. താനൊരു മതത്തിൻ്റെ വക്താവ് മാത്രമല്ല, ദൈവത്തിൻ്റെ വക്താവാണ്. അങ്ങനെ ഒരു മതാതീതനായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് അദ്ദേഹം ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഒക്കെ വിലയിരുത്തേണ്ടത് ഇന്നത്തെ സമൂഹത്തിന്, എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കും അതൊരു മാതൃകയായിട്ട് അദ്ദേഹം വിരചിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഫാദർ മനോജ് KG, അദ്ദേഹത്തിന് സർവ്വവിധ മംഗളങ്ങളും അഭിവൃദ്ധിയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ മോഹൻ വാമദേവൻ. നന്ദി, നമസ്കാരം. ഫാദർ മനോജ് KG എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഇരുമുടി കെട്ടുമെന്തി ശബരിമലയിൽ പോയ ഒരു ക്രിസ്തീയ പുരോഹിതനെയാണ്. പക്ഷേ കുറച്ചുകൂടെ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ പാരമ്പര്യ മതങ്ങളുടെയൊക്കെ അന്തകനായും ദൈവത്തിൻ്റെ വക്താവുമായി ഈ ലോകത്തിലേക്ക് വന്ന ഒരു മനുഷ്യജന്മം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഭൂമിയിലെ സകല ചരാചരങ്ങളിലും നന്മ മാത്രം കാണുന്ന ഒരു സത്യാന്വേഷിയും കൂടിയാണ് അദ്ദേഹം. ഒപ്പം ആത്മീയതയുടെ അന്തർധാരകളും സത്യങ്ങളും കണ്ടെത്തി അത് സമൂഹത്തോട് ധൈര്യമായി പറയുന്ന ഒരു സാത്വികൻ. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഫാദർ മനോജ് KG. അച്ഛൻ എൻ്റെ ഗുരുനാഥനാണ്. അപ്പം എനിക്ക് ആ ഒരു സ്ഥാനം എന്നും എൻ്റെ മനസ്സിലെന്നും ആ പട്ടക്കാരൻ്റെ രൂപമാണ് നിൽക്കുന്നത്. ഇപ്പം ബാക്കിയുള്ളവരെന്തു അച്ഛനെക്കുറിച്ച് എന്തു പറയുന്നു അത് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. കാരണം എൻ്റെ ലൈഫ് ചേഞ്ച് ആവാൻ തുടങ്ങിയത് തന്നെ അച്ഛനെ കണ്ടുമുട്ടിയത് തൊട്ടാണ്. അപ്പം ഈ മതത്തിൻ്റെ ഓരോ ഭയപ്പെടുത്തുന്ന ചിന്തകളും ആശയങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന സമയത്ത്, നിറഞ്ഞു നിന്നിരുന്ന സമയത്ത് എനിക്ക് ഭാരപ്പെടാൻ മാത്രമേ തോന്നിയിരുന്നുള്ളൂ ആ സമയത്തൊക്കെ. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിലുള്ള ആത്മീയത വെളിപ്പെടുത്തി തരാനും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ മുന്നോട്ട് നയിക്കാനൊന്നും എൻ്റെ പപ്പായമ്മ ഉൾപ്പെടെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പപ്പായമ്മ മാത്രമല്ല, എൻ്റെ പള്ളിയിലെ അച്ഛനും എന്താ പറയുക, ബാക്കിയുള്ള ആരും, തിരുമേനിമാർ പോലും അങ്ങനെ അവരാരും ശ്രദ്ധിച്ചിട്ടുമില്ല, ശ്രമിച്ചിട്ടുമില്ല. അവർക്കാർക്കും അറിയത്തുമില്ല എന്താണ് ആത്മീയതയെന്ന്. അപ്പോൾ യഥാർത്ഥ ആത്മീയതയിലേക്ക് എന്നെ നയിച്ചൊരു വ്യക്തിയാണ് ഫാദർ മനോജ് KG. എന്നെ സംബന്ധിച്ച് അദ്ദേഹം എന്നും എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. എന്നെ സംബന്ധിച്ച് 100% എനിക്ക് സാറ്റിസ്ഫാക്ഷനാണ് അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ. മതചിന്തകൾക്കതീതമായി എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമായിട്ടുള്ള ആരാധനാ രീതിയും അതോടൊപ്പം ഓരോരുത്തർക്കും നന്മ അല്ലെങ്കിൽ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു അന്വേഷണാത്മകമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ബഹുമാനപ്പെട്ട മനോജൻ അവരുടെ ചിന്തകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അത് എല്ലാ ജനങ്ങളെയും എല്ലാ ചിന്തകൾക്കും അതീതമായി ഒന്നിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എൻ്റെ പേര് ഗിരീഷ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തമ്പേലിക്കര എന്ന ഒരു കാർഷിക ഗ്രാമം, ചെറു ഗ്രാമമാണ്. അവിടെയാണ് എൻ്റെ വീട്. സാർ അന്ന് ശബരിമല പോയ അന്ന് തുടങ്ങി ഞാൻ സേവ് ചെയ്തേക്കണാണ്. എനിക്ക് താങ്കളെ പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജനസമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കണത്. മറ്റുള്ളവർ പലതും പറയുന്നുണ്ടാവാം, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ജാതി വർഗ ഭേദമന്യേനെ ജനസമൂഹത്തിന് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്നു. ഫാദർ മനോജ് KG ആരാണ് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, ദൈവം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന വ്യക്തി. ഹലോ, എനിക്ക് ഫാദർ മനോജ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു ഫാദർ എന്ന ഒരു നിലയ്ക്കപ്പുറം ഒരു ഗുഡ് ഫ്രണ്ട്, ഒരു ഗുഡ് ബ്രദർ എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ലവ് മീൻസ് നമുക്ക് എന്ത് കാര്യങ്ങളും എപ്പോഴും നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഫ്രണ്ടെന്നോ എന്തായാലും അങ്ങനെ കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സ് തുറക്കാനും ഉള്ള
ഒരു ഫാദർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ വരും. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് എന്ത് കാര്യവും ഓപ്പൺ ചെയ്യാനുള്ള ഒരു നമുക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി തിരിച്ചു തരാനും എന്തും ഓപ്പൺ ചെയ്ത് നമുക്ക് ചോദിക്കാനും നമ്മുടെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മളോട് അത് ക്ലാരിഫിക്കേഷൻ തരാനുമുള്ള ഒരു മനസ്സിൻ്റെ ഉടമ. എനിക്ക് അങ്ങനെ എടുക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞായിട്ടും വലിയവർക്ക് മുതിർന്നവരുടെയും തലത്തിൽ നിന്ന്, കാരണം ഞാൻ ഫാദർ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ബ്രദർ എന്ന് വിളിക്കുന്നതാണ് ഞാൻ കൂടുതലും ഉച്ചരിക്കുന്ന ബ്രദർ എന്നാണ്. അപ്പോൾ എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞ ബ്രദർ എന്ന് പറയുന്നെങ്കിലും ഞാൻ ബ്രദറിനെ കാട്ടി ഇച്ചിരി ഏജ് കൂടുതലാണ്. എന്നാലും ആ ഒരു ഏജ് തലത്തിലല്ലാതെ നമ്മൾ നിൽക്കുന്ന ആ തലത്തിൽ ഇറങ്ങി വന്ന് നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് തരാനുള്ള ഒരു മനസ്സിനുടമയാണ്. എനിക്ക് അങ്ങനെ എടുക്കാനാണ് ഇഷ്ടം. മനോജ് അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയാണ്. ദൈവപുരുഷൻ, ഗുരു, ശിഷ്യബന്ധം, അങ്ങനെയെല്ലാം ഞങ്ങൾക്ക് അച്ഛനെക്കുറിച്ച് പറയാനുള്ളൂ. ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നല്ല ഉപദേശങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ആരും സഹായം ഇല്ലാതിരുന്നപ്പോൾ ആശ്വാസവും സാന്ത്വനവും സഹായവും ആയി തീർന്നു ഞങ്ങൾക്ക് അച്ഛൻ. ഈ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ മതത്തിൻ്റെ കപടത പൊളിച്ചുകാട്ടി കാണിച്ചു തരികയും ജനത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സകല ഊടായിപ്പുകളെയും തുറന്നു കാട്ടുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു കർമ്മമാണ് അച്ഛൻ ചെയ്യുന്നത്. അച്ഛൻ്റെ ആത്മീയ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒപ്പം അച്ഛൻ്റെ ഫാമിലിയെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സപ്പോർട്ടിങ് പേഴ്സണായിട്ടാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എല്ലാ രീതിയിലും. പിന്നെ ഒരു സ്പിരിച്വൽ ലൈഫിനെ കുറിച്ചായിരുന്നാലും ഒരു നോർമൽ ലൈഫിനെ കുറിച്ചായിരുന്നാലും ഇത്രയും ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇത്രയും പ്യുവറായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അങ്കിളിനെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു ഗുരു എങ്ങനെ ആയിരിക്കണമെന്നും ഗുരു എന്താണെന്നും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ അറിഞ്ഞതും അങ്കിളിലൂടെയാണ്. ഹായ്, ഞാൻ ബീന. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഫാദർ മനോജ് കെ.ജിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ ആത്മീയ ഗുരുവാണ്. അതിലുപരിയായി ആത്മീയത എന്തെന്ന് മനസ്സിലാക്കിയ ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. യഹൂദന്മാർക്കിടയിലേക്ക് വന്ന യേശുവിനെ പോലെയോ യോഹന്നാനെ പോലെയോ ഈ കാലഘട്ടത്തിൽ ജനങ്ങളിൽ ആത്മീയ ബോധം വളർത്തുവാൻ ദൈവനിയോഗത്താൽ ജന്മം കൊണ്ട ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തെ പോലുള്ളവരെ അംഗീകരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എൻ്റെ പേര് ഷൈനി. ഞാൻ ബൈബിൾ വായിച്ചും ബൈബിൾ ക്ലാസ് പലരുടെയും കേട്ടും ഒക്കെ വന്നപ്പോൾ അതിനെ കൂടുതലായിട്ട് അറിയണമെന്നും അങ്ങനെ ഒരു ആത്മീയതയിൽ അങ്ങനെ ഒരു വളർച്ച വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി പ്രാർത്ഥനയും ബൈബിൾ വായനയും വചനപ്രകാശനം പലരുടെയും കേട്ടും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപാണ് മനോജ് അച്ഛൻ്റെ ടോക്ക് ഇങ്ങനെ യൂട്യൂബിലൂടെ കേൾക്കാനിടയായി. അങ്ങനെ അത് കുറച്ച് വീഡിയോസ് കേട്ടപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്താണെന്നും ആ ദൈവത്തെ, പിതാവാം ദൈവത്തെ അപ്പനും മക്കളും എന്ന ആ ആഴമേറിയ ആ ഒരു ബന്ധം, ആ റിലേഷൻഷിപ്പിൽ വന്നിട്ട് ആ ഒരു ബന്ധം ഒരു ആസ്വാദനമായിട്ട് ആ ദൈവത്തിനെ രുചിച്ചറിയുന്ന രീതിയിൽ ആ ആത്മാവിലും സത്യത്തിലും ആത്മാവായ ദൈവവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലെ ഒരു ആസ്വാദനമായി അങ്ങനെ ദൈവത്തെ രുചിച്ചറിയുന്ന രീതിയിലുള്ള ഒരു ഇതിലേക്ക് നമ്മൾ വരണമെങ്കിൽ ആ ഒരു സ്പിരിറ്റ് സെൻസ് ആക്ടിവേഷൻ നമ്മളിൽ വന്ന് ആത്മാവിലുള്ള ആരാധന, യഥാർത്ഥ ആരാധന എന്താണെന്നും അങ്ങനെ നമ്മൾ ആരാണ് എന്നുള്ള ആ ഒരു പിതാവാം ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിലേക്ക് ഒക്കെ ശരിക്കും കുറേ മനസ്സിലാക്കാൻ പറ്റിയത് അച്ഛൻ്റെ ഈ ടോക്കിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതിന് ഒത്തിരി നന്ദിയുണ്ട് അച്ഛനെ, ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും ആഴമേറിയ ആ ഒരു മർമ്മങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിനായിട്ട് ഒത്തിരി നന്ദിയുണ്ട്. ഒരുപാട് ആ ഒരു ബൈബിൾ ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടു. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ആത്മീയതയിൽ എനിക്ക് വളരണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു. അതിലേക്ക് മുന്നോട്ട് പോകാൻ അച്ഛൻ്റെ ഒരു ടോക്കാണ് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത്. അത് എനിക്ക് ഭയങ്കര ഒരു ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനിയും ഇത് പോരാ, ഇനിയും കൂടുതലായിട്ട് വളരണമെന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഈ ഒരു ക്ലാസ്സുകൾ ഇനിയും കൂടുതലായിട്ട് പ്രയോജനപ്പെടുമെന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി. ആമേൻ.
എനിക്ക് അങ്കിളിനെ കുറിച്ച് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ സ്പിരിച്വലി ആയിരുന്നാലും മതപരമായിരുന്നാലും എന്ത് ഡൗട്ടോ എന്ത് ക്വസ്റ്റ്യനോ ചോദിച്ചാൽ അതിന് കൃത്യമായി, ഇപ്പോൾ ഒരു കുട്ടികൾ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, മുതിർന്നവർ ചോദിച്ചാൽ മുതിർന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൃത്യമായി അതിന് ആൻസർ കൊടുക്കുന്ന ആ ഒരു രീതി എനിക്കത് ഇഷ്ടമാണ്. അതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അങ്കിൾ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഇതാണ്. എന്ത് ഡൗട്ട് ചോദിച്ചാലും വളരെ ക്ലിയറായി കൃത്യമായി മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അത് വളരെയധികം തൃപ്തിയായി കേൾക്കുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഫാദർ മനോജിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രിയ മകനായ മനോജിനോട് സ്നേഹവും സന്തോഷവും തോന്നുന്നു. ഞാൻ എന്നും ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പ്രിയ മകനായ മനോജ് എന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്കിളിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് അങ്കിളിനോട് എന്ത് ഡൗട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാൻ പറ്റും. പിന്നെ അങ്കിൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സ്പിരിച്വൽ ലൈഫിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും നോർമൽ ലൈഫിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും. പിന്നെ അങ്കിള് ഞങ്ങളുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്നും നമ്മൾ ആരാണെന്നും മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പാക്കിയിട്ടുണ്ട്. പിന്നെ അതിലുപരി ദൈവം ആരാണെന്നും ദൈവം എവിടെയാണെന്നും മറ്റുള്ള ആൾക്കാർ പറഞ്ഞതിലും വ്യക്തമായിട്ട് അങ്കിള് ഒരുപാട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അങ്കിളിനെ പറ്റിയിട്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ഇപ്പോൾ എനിക്കിപ്പോൾ സ്പിരിച്വൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ അങ്കിള് എനിക്കതിനനുസരിച്ച് റിപ്ലൈ തരും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്കിളോട് ഷെയർ ചെയ്യണമെങ്കിൽ അങ്കിള് അതിനിപ്പോൾ ഒരു സൊല്യൂഷൻ അങ്കിള് തന്നെ പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനും പിന്നെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടാണ്. ഇതൊക്കെയാണ് പെട്ടെന്ന് മൈൻഡിൽ വരുന്നത്. സത്യം എന്താണെന്നുള്ളത്, അതായത് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ആ സത്യം, ഇന്ന് കാണുന്ന ഈ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല. അതെനിക്ക് കൂടുതലിപ്പം ശരിക്കും അത് മനസ്സിലായി വരുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതെ, അതൊന്നുകൂടെ ശരിക്കും പറയാനുള്ള ഒരു കാര്യമാണ്. ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഭയങ്കര പ്രഹസനങ്ങളാണ്. അതിപ്പം ചിന്തിക്കുമ്പം എന്താണ് മനസ്സിൻ്റെ ഭാരം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയൊരു അവസ്ഥ കൂടെയാണ് പോകുന്നത്. ഇപ്പം ശരിക്കും പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടം അറിയാമല്ലോ, സഭയിൽ നടക്കുന്നതല്ല. അതും കൂടെയൊക്കെ അങ്ങോട്ട് കാണുമ്പോഴത്തേക്കും എന്താ എന്ന് ഭയങ്കര വിഷമവും ഭാരവും ഉണ്ട്. ഞാനിതെല്ലാം വളരെ രഹസ്യമായിട്ടാണ് ഇത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം. കാരണം ഇതൊന്നും ഞാൻ പലരുടെ അടുത്തും ചെറിയ തോതിലെങ്കിലും ഇതൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് കിട്ടുന്ന തിരിച്ചടികൾ, അതായത് ആ പാരമ്പര്യ വിശ്വാസത്തിലും മതവും സഭയും കൂടെ ചെറുപ്പം വരെ പഠിപ്പിച്ചു വെച്ചത് അടിച്ചേൽപ്പിച്ചത് അവർക്കത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഭയങ്കര ബുദ്ധിമുട്ട് വരും അവർക്ക്. പക്ഷെ എനിക്കെന്തോ അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരിയും അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റി. അതൊരു ദൈവാനുഗ്രഹമായിരിക്കാം. പക്ഷെ പലരോടും ഇതൊക്കെ പറഞ്ഞെന്നാൽ നമുക്ക് അവർ നമ്മുടെ മുഖത്തടിക്കും. എന്നതായി പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പം വന്ന കാര്യങ്ങൾ. എൻ്റെ പേര് അന്ന ഡാനിയൽ. ഞാൻ കൊല്ലംകാരിയാണ്. ഈ കാലഘട്ടത്തിൽ മതങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ, പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ദൈവം ഇതൊന്നും കാണുന്നില്ലേ? എന്താണ് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാത്തത്? യഥാർത്ഥ ദൈവം എന്താണ്? യഥാർത്ഥ ദൈവം ആരാണ് എന്ന് ഞാൻ അന്വേഷിക്കുവാൻ തുടങ്ങി. അപ്പോൾ ദൈവം തന്നെയാണ് എന്നെ ഫാദർ മനോജ് കെജിയെ എൻ്റെ ഒരു ഗുരുവായി അപ്പോയിൻ്റ് ചെയ്ത് തന്നത്. ഞാൻ ഗുരുജിയുമായി കണക്റ്റായ ശേഷം എൻ്റെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളുണ്ടായി. എൻ്റെ ഉള്ളിൽ മതം കുത്തിനിറച്ച് വെച്ചിരുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ എൻ്റെ ഹൃദയത്തിന് ഒരു രൂപാന്തരം ഉണ്ടാകുവാനും സാധിച്ചു. ദൈവം നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നതെന്നും ആ ദൈവാംശത്തെ തേടി എങ്ങും പോകേണ്ടതില്ലെന്നുമുള്ള ഒരു ആത്മീയ വിസ്ഡം ഗുരുജി എനിക്ക് പകർന്നു തന്നു. അതുമാത്രമല്ല, ആ ദൈവത്തിന് മതമോ ജാതിയോ നിറമോ ഒന്നുമില്ല എന്നും എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നാണെന്നുമുള്ള ആ വലിയ പ്രപഞ്ച സത്യം എന്നെ പഠിപ്പിച്ചു. അതിനാൽ ഞാൻ ഗുരുജിയോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ സമാധാനപരമായി ജീവിക്കുന്നു. ഞാനും ഫാദർ മനോജും തമ്മിൽ നേരിട്ട് കണ്ടുള്ള പരിചയമില്ല. ഞങ്ങൾ വാട്സാപ്പ് മെസ്സേജിൽ കൂടിയും ഫോൺ കോളുകളിൽ കൂടിയും അതിനെ കഴിഞ്ഞുപരിയായി അദ്ദേഹം ചെയ്യുന്ന വീഡിയോയിലൂടെയുമാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള പരിചയം. അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം,
ദ സോഴ്സ് ഓഫ് ക്രിയേഷൻ അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒന്നാണെന്നും അത് മതത്തിൻ്റെ ഉള്ളിലോ മറ്റുള്ള ചട്ടക്കൂടുകളുടെ ഉള്ളിലോ ഇരിക്കുന്ന ഒന്നല്ല എന്നുള്ള ആ സിമ്പിൾ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ ഒരു സോഴ്സ് ഓഫ് ക്രിയേഷൻ ഈസ് വിത്തിനസ്. ആ സോഴ്സ് ഓഫ് ക്രിയേഷനുമായിട്ട് അല്ലെങ്കിൽ ആ ദൈവവുമായിട്ട് നമുക്ക് എങ്ങനെ ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കാം, മെഡിറ്റേഷനിലൂടെയും ഒക്കെ എങ്ങനെ വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കാം എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, സിമ്പിളായി പറഞ്ഞു കൊടുക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ള ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, അതുപോലെ ഹിന്ദു മതത്തിൽ പറയുന്ന തത്വമസി അത് നീ തന്നെയാകുന്നു എന്നുള്ള മെസ്സേജസ് പൂർണ്ണമായിട്ട് ആക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ജിപ്സൺ. ഫാദർ മനോജ് KG എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത്, മതത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കുപരിയായി യഥാർത്ഥ ആത്മീയത എന്താണ് എന്ന് പറയുന്ന വ്യക്തിത്വം. ദൈവം യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനിലൂടെയും എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മെ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നയാൾ. ഞാൻ പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും നടുവിലാകുമ്പോൾ ഫാദർ മനോജ് KGയെ ബന്ധപ്പെടും. എനിക്കപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും കരകയറാൻ എന്നെ സഹായിക്കുന്ന യഥാർത്ഥ മെൻറ്ററാണ് അദ്ദേഹം. എനിക്ക് കിട്ടിയത് എൻ്റെ കർത്താവിൽ ഇരുന്ന് ആനന്ദിക്കാനുള്ള ആ സൗഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ഫാദർ മനോജ് KG എന്ന് പറഞ്ഞ മനുഷ്യനിലൂടെയാണ് ശരിക്കും കർത്താവ് എന്നെ ഇത്രത്തോളം ഒരു മേന്മയേറിയ ഒരു മകളാക്കി തീർത്തത്. അത് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യ എന്ന് പറയുന്നതിൽ ഞാൻ ഒരുപാട് ഒത്തിരി അഭിമാനിക്കുന്നു. അദ്ദേഹം പഠിപ്പിക്കുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഇത് വന്നു. പക്ഷേ ഒരിക്കലും ഞാൻ പറയും, അദ്ദേഹം പഠിപ്പിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. അദ്ദേഹം പഠിപ്പിക്കുന്നതാണ് ശരിയായിട്ടുള്ള വഴി. അതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ക്രിസ്തീയ മതത്തിൽ ജനിച്ച് വളർന്നവളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വലിയ എന്തോ ഒരു സംഭവമായിട്ടും ബാക്കി ഹിന്ദുക്കളും അല്ലാത്തുള്ള മതസ്ഥരൊക്കെ വേറെ എന്തോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തോ ആൾക്കാർ, അതായത് ദൈവത്തിൻ്റെ മക്കളല്ല എന്നൊക്കെ ഉള്ളൊരു ചിന്താബോധത്തോടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മനോജ് KGയിലൂടെയാണ് കർത്താവ് അതെല്ലാം എൻ്റെ കൊമ്പൊടിച്ച് കളഞ്ഞത്. എന്നെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഒരാൾ മനോജ് അച്ഛനാണ്. മനോജ് ശബരിമലയ്ക്ക് പോയതിൻ്റെ കാരണം എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് എല്ലാ മതങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും ദൈവം ഒന്ന് തന്നെയാണ്. അക്രൈസ്തവന് വേറൊരു ദൈവമില്ല. അത് ഞാൻ ഉറപ്പിച്ച കണ്ടു. അപ്പം അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയത് അയ്യപ്പനെ വണങ്ങാൻ വേണ്ടിയിട്ടല്ല, നമ്മളെല്ലാവരും ഒന്നാണെന്ന് ലോകത്തെ അറിയിക്കാനായിട്ട്, ഒരേ അപ്പൻ്റെ മക്കളെ ഒരേ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ലോകം അറിയാൻ വേണ്ടി, സകല മനുഷ്യർ അറിയാൻ വേണ്ടിയിട്ടാണ് അച്ഛനാ സ്റ്റാൻഡ് എടുത്തത്. നമ്മൾ ഇതുവരെയും നമ്മുടെ മതങ്ങൾ നൽകിയിരുന്ന പാഠങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പിതാവ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ആ പിതാവിൻ്റെ കൂടെ നിൽക്കുന്ന പുത്രൻ്റെ ബന്ധം, പുത്രനും പിതാവുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണോ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം പ്രസക്തമുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി ഇപ്പോഴാണ് വാസ്തവത്തിൽ. ഫാദർ മനോജ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സന്തോഷവും ആനന്ദവും കൊണ്ട് ഹൃദയം നിറയുകയാണ്. അച്ഛനെ കാണുവാൻ ഉള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ വളരെയധികം സംശയങ്ങൾക്ക് മറുപടിയൊക്കെ, അത് സംശയം തെറ്റായ കാര്യമാണെങ്കിലും അച്ഛനെ പ്രകോപിപ്പിക്കാതെ ക്ഷമയോടെ കേട്ടിരുന്ന് അതിനെല്ലാം വേണ്ട രീതിയിൽ തെറ്റും ശരിയും തിരുത്തി അതിൻ്റെ പഠിപ്പിച്ച് തരുന്നയാളാണ്. അതുപോലെ തന്നെ ലേഖനങ്ങൾ വായിച്ചാൽ അത് ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. അതിൽ മറിഞ്ഞിരിക്കുന്ന ആ റെവലേഷനൊക്കെയും സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഉദാഹരണ സഹിതം അത് പറഞ്ഞു തന്ന് സത്യദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ഉള്ള അച്ഛൻ്റെ ജ്ഞാനം വളരെയധികം വിലയേറിയതാണ്. ഇനിയും അച്ഛനെ ധാരാളമായി, അത് ഇന്ത്യക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഹലോ, നമസ്കാരം. ഫാദർ ഡോക്ടർ മനോജ് KG എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് നല്ലൊരു സ്പിരിച്വൽ ഫാദർ എന്ന നിലയിലാണ്. ആത്മീയതയിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറേ മർമ്മങ്ങളെ
അതായത് നമ്മൾ കുഞ്ഞുനാൾ മുതൽ കണ്ടും കേട്ടും ഒക്കെ വരുന്ന സത്യങ്ങളല്ല, യാഥാർത്ഥ്യമായിട്ടുള്ള സത്യത്തെ ആഴത്തിൽ ഇറങ്ങി നമുക്കത് മനസ്സിലാക്കി തരുന്ന നല്ലൊരു ഗുരുവാണ് നമ്മുടെ ഫാദർ ഡോക്ടർ മനോജ് KG എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഗുരു മനസ്സിലാക്കിയ സത്യത്തെ അതേ രീതിയിൽ തന്നെ നമ്മുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനും നമ്മുടെ സ്പിരിച്വലി നല്ല രീതിയിൽ വളർന്നു വരാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു സ്പിരിച്വൽ ഫാദറാണ് ഡോക്ടർ മനോജ് KG. മനുഷ്യൻ്റെ കണ്ടെത്തലാണ് ദൈവമെങ്കിൽ ആ കണ്ടെത്തലുകളിൽ ഇന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത തെറ്റുകളെ കണ്ടെത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട ദൈവികത ഉള്ളിലുള്ള ഒരു വൈദികനായിട്ടാണ് ഫാദർ മനോജ് KGയെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പരമസത്യമായ ശാസ്ത്രമാണ് ദൈവമെങ്കിൽ നമ്മുടെ ദൈവവിശ്വാസങ്ങളും എന്താവണം? ശാസ്ത്രീയമാകണം. ആ ശാസ്ത്രീയമായതിനെ കാലങ്ങളിൽ അടിഞ്ഞുകൂടിയ ആ അശാസ്ത്രീയതയെ നീക്കണം. ആ ദിവ്യത്വത്തിന് മാത്രമാണ് ഇവിടെ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള മഹത് വ്യക്തികളുടെ ജ്ഞാനത്തിൽ നിന്നും ഉദിക്കുന്ന സ്നേഹത്താൽ, ആ ആനന്ദത്താൽ ലോകത്തിൽ വീണ്ടും സമാധാനത്തെ പുനഃസ്ഥാപിക്കുവാൻ കഴിയണം. അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ്, ഒരു നിയോഗമായിട്ടാണ് ഫാദറിനെ മനോജ് KGയെ എനിക്ക് കാണുവാൻ കഴിയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ നിരവധി മഹത് വ്യക്തികൾ അവതാരങ്ങളായിട്ട് വരേണ്ട ആവശ്യമുണ്ട്. നമ്മളെല്ലാവരും അവതാരങ്ങളാണ്. ഈ മഹാവൈഷ്ണവ ശക്തിയുടെ ജാതി, മത, രാഷ്ട്രീയ, വർണ്ണ, വർഗ ചിന്തകൾക്കതീതമായിട്ട് മാനവർ ഒന്നാവേണ്ട ഒരു സമയം സംജാതമായിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നാവണം. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ വേർപിരിഞ്ഞ് നിൽക്കുന്നത്, അത് ദൈവികതയുടെ പേരിലാണെങ്കിൽ ആ ദൈവികതയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യമാണ് നമ്മളെ അകറ്റുന്നത്. അതിന് ശുദ്ധീകരണം ആവശ്യമാണ്. അതിന് ഫാദറെ പോലെയുള്ളവർക്ക് കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. നമസ്തേ.